1992 ഡിസംബർ 6 RSSന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും നേതൃത്വത്തിൽ ഏകദേശം 1,50,000-ഓളം ആൾക്കാരെ അണിനിരത്തിയ ഒരു വിശ്വാസികളുടെ റാലി അയോധ്യയിലെ തർക്കഭൂമിയായ ബാബറി മസ്ജിദിലേക്ക് നടക്കുകയാണ്. തുടക്കത്തിൽ ഈ റാലി സമാധാനപരമായിരുന്നെങ്കിലും ഈ ഒരു തർക്കമന്ദിരത്തിലേക്ക് എത്തുന്തോറും ഈ ഒരു റാലിയുടെ ആവേശം കൂടിക്കൂടി വരികയാണ് ഉണ്ടായത്. ഈ ഒരു ജാഥയെ ഏകദേശം 20,000-ഓളം UP പോലീസുകാരടങ്ങിയ സംഘം ബാരിക്കേഡുകൾ വെച്ച് തടയുകയാണ്. പക്ഷേ ഇതിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ വളരെ പെട്ടെന്ന് തന്നെ ഈ ബാരിക്കേഡ് മറികടന്ന് ഈ ഒരു തർക്കമന്ദിരത്തിൻ്റെ മുകളിലേക്ക് എത്തുകയും അവരുടെ വിജയക്കൊടി അവിടെ പാറിക്കുകയും ചെയ്തു. പിന്നീടെല്ലാം സംഭവിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. ഈ ജാഥയിൽ അണിനിരന്ന 1.5 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഈ തർക്കമന്ദിരത്തിലേക്ക് എത്തുകയും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ ഒരു മന്ദിരം നിലംപരിശാവുകയും ചെയ്തു. ജനാധിപത്യപരമായി ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ തെറ്റുകളിലൊന്ന്. ഏകദേശം 2.77 ഏക്കർ ഭൂമി മാത്രം, 500 വർഷം നീണ്ടുനിന്ന ഒരു തർക്കം, സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കേസ്. അതേ സ്ഥാനത്ത് 2024 ജനുവരി 22 അവിടെ ഒരു പുതിയ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു, അയോധ്യ രാം മന്ദിർ. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് അയോധ്യയിലെ പുതുതായി പണി കഴിപ്പിച്ചിരിക്കുന്ന രാമക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ ചരിത്രത്തെക്കുറിച്ചുമാണ്. നമുക്ക് സംസാരിക്കാം. ഞാൻ വിവേക്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ചരിത്രത്തെ പറ്റി പഠിക്കണമെങ്കിൽ ഏകദേശം 500 വർഷം നമ്മൾ പിന്നിലേക്ക് സഞ്ചരിക്കണം. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിന് ശേഷമാണ് ബാബർ ഇന്ത്യയിൽ അവരുടെ മുഗൾ സാമ്രാജ്യം രൂപീകരിക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. അന്നത്തെ കാലത്ത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന അവധ് എന്ന പ്രൊവിൻസിലാണ് ഇപ്പോഴത്തെ ഈ അയോധ്യ രാമക്ഷേത്ര ഭൂമി സ്ഥിതി ചെയ്തിരുന്നത് എന്ന് കൃത്യമായി പറയാം. അന്നത്തെ ഈ ഒരു പ്രൊവിൻസിന്റെ ഗവർണറായ മിർ ബാഖിയാണ് ബാബറിന് ഒരു സമ്മാനമായി ഈ ഒരു തർക്കഭൂമിയിൽ ഒരു മസ്ജിദ് നിർമ്മിക്കുകയും അതിന് ബാബറി മസ്ജിദ് എന്ന് പേരിടുകയും ചെയ്തത്. ഈ ഒരു തർക്കത്തിന്റെ തുടക്കവും അവിടെ നിന്നും തന്നെ എന്ന് കൃത്യമായി പറയാനായി സാധിക്കുന്നതാണ്. പിന്നീട് 1600 ശേഷമാണ് ഇന്ത്യയിലേക്ക് ബ്രിട്ടനിൽ നിന്നുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ വ്യാപാരത്തിന് വേണ്ടി വരുന്നത്. വ്യാപാരത്തിന് വേണ്ടി വന്നവർ ഇവിടുത്തെ ഭരണാധികാരികളായി മാറിയ ഒരു കാലം. അന്ന് ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട് നിരവധി പ്രക്ഷോഭങ്ങൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ മതപരമായിട്ടുള്ളതുമുണ്ട്, അല്ലാത്തതുമുണ്ട്. ഈ ഒരു അയോധ്യ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ജനസംഖ്യ കൂടിയിരുന്ന ഒരു പ്രദേശം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഒരുമിച്ച് ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നേരിട്ട് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി തോറ്റോടേണ്ടി വരും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ജനവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന് പറയേണ്ടത് ഇവരുടെ ആവശ്യം തന്നെയായിരുന്നു. അതിനായി അവർ കണ്ടെത്തിയത് കാലങ്ങളായി ഇവരുടെ മനസ്സിൽ നീറിപ്പുകയുന്ന രാമക്ഷേത്രം എന്ന് പറയുന്ന ആശയത്തെ തന്നെയായിരുന്നു. ഇതിനെ തുടർന്ന് 1853 മുതൽ 59 വരെ അയോധ്യയിൽ കലാപസമാനമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു. 1857 ശിപ്പായി ലഹളയ്ക്ക് ശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യത്തിൽ നിന്നും ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക് ഇന്ത്യ മാറുകയായിരുന്നു. അതിനുശേഷം ഈ ഒരു അയോധ്യ പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ ബ്രിട്ടൻ തീരുമാനിക്കുകയാണ്. അതായത് ഈ ഒരു തർക്കഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന മോസ്കിനകത്ത് മുസ്ലിം മതവിഭാഗത്തിലുള്ള ആൾക്കാർക്ക് നമസ്കരിക്കാനും ഇതിനു പുറത്ത് മുറ്റത്തിൻ്റെ ഭാഗത്തായിട്ട് ഹിന്ദു മതവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനുമുള്ള അധികാരം ഉണ്ടായിരിക്കും. അന്ന് ഈ രണ്ട് ഭാഗങ്ങളെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് താൽക്കാലിക ശമനമാണ് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയത്. ഈ ഒരു തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കേസ് കോടതിയിലേക്ക് എത്തുന്നത് ഏകദേശം 1885 കൂടിയാണ്. അന്നത്തെ കോടതികളെ നമ്മൾ അദാലത്തുകൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നമുക്കറിയാം ഈ ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രദേശം ഉണ്ടായിരുന്നത് മുറ്റത്തായിരുന്നു. അതുകൊണ്ട് തന്നെ മഴയും കാറ്റും വെയിലുമെല്ലാം ഇതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയും ഉണ്ടായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു മഴയിൽ നിന്നും കാറ്റിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷണം നേടാൻ വേണ്ടി ഒരു റൂഫ് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു നിർമ്മാണത്തെ മുസ്ലിം മതവിഭാഗത്തിലുള്ള ചില ആൾക്കാർ തടഞ്ഞു. തുടർന്ന് ഇത് 1885 കോടതിയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. കോടതിയിലേക്ക് എത്തിയപ്പോഴും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ എതിർപ്പ് കാരണം ഈ ഒരു റൂഫിൻ്റെ നിർമ്മാണം അവിടെ തടസ്സപ്പെടുകയാണ് ഉണ്ടായത്. അതായത് ഹിന്ദുക്കൾക്ക് അവിടെ പൂജ ചെയ്യാനുള്ള അധികാരമുണ്ടായിരിക്കും, പക്ഷേ അവിടെ നിർമ്മാണത്തിന് അധികാരമില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാനമായ കോടതി വിധി. അതിനുശേഷം രാമക്ഷേത്രം എന്നുള്ളത് നിരന്തര ആവശ്യമായി എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും അത് ഒരു പ്രധാനപ്പെട്ട ആവശ്യം തന്നെയായിരുന്നു. പിന്നീട് 1949 ഈ ഒരു മസ്ജിദിനകത്ത് ഒരു രാമന്റെ പ്രതിമ പ്രതിഷ്ഠിക്കപ്പെടുന്നു. ഇതിനെ തുടർന്ന് നിരവധി ഹിന്ദുക്കൾ ഈ ഒരു മസ്ജിദിനുള്ളിലേക്ക് പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും വേണ്ടി കടന്നു ചെല്ലുകയുണ്ടായി. ഇത് വീണ്ടും മുസ്ലിം മതസ്ഥർക്കുള്ളിലും ഹിന്ദു മതസ്ഥർക്കുള്ളിലും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ കാരണമായി.
അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇതൊരു കലാപത്തിലേക്ക് നീങ്ങും എന്നൊരു സാഹചര്യം എത്തിയപ്പോഴേക്കും ഈ ഒരു പ്രദേശം പൂർണ്ണമായി അടച്ചിടുവാനുള്ള നിർദ്ദേശം നൽകി. അതായത് ഈ ഒരു മസ്ജിദിനുള്ളിലേക്കും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലേക്കും ഹിന്ദു മതവിഭാഗത്തിനോ മുസ്ലിം മതവിഭാഗത്തിനോ ആരാധനയ്ക്കായി ചെല്ലാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പ്രദേശം പൂർണ്ണമായും അടച്ചിട്ടതോടുകൂടി 1950 ഹിന്ദുക്കൾക്ക് ആ ഒരു പ്രദേശത്ത് വർഷിപ്പ് ചെയ്യണം, ആരാധിക്കണം എന്ന് പറയുന്ന ആവശ്യത്തോടുകൂടി ഫൈസാബാദ് കോടതിയിലേക്ക് ഒരു കേസ് എത്തുകയാണ്. ഇതിനെ തുടർന്ന് 1959 നിർമോഹി അഖാര ഈ വസ്തുവിൽ അവകാശവാദം ഉന്നയിച്ച് കേസ് ഫയൽ ചെയ്യുന്നു. നിർമോഹി അഖാര എന്ന് പറയുന്നത് വിഷ്ണുവിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം സന്യാസികളുടെ കൂട്ടം തന്നെയാണ്. പിന്നീട് 1961 സുന്നി വഖഫ് ബോർഡിൻ്റെ നേതൃത്വത്തിലും ഈ ഒരു പ്രദേശത്തിൻ്റെ അവകാശവാദങ്ങളുമായി ഇതേ കോടതിയിൽ തന്നെ അവർ വീണ്ടും കേസ് ഫയൽ ചെയ്യുകയാണ്. നമുക്കറിയാം, ഇത്രയും പ്രധാനപ്പെട്ട രാജ്യത്ത് തന്നെ കോളിളക്കം സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഈ ഒരു കേസിൻ്റെ കോടതി നടപടികൾ എന്ന് പറയുന്നത് വളരെയേറെ കാലം പിടിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതിനിടയിൽ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് ഇവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള കമ്മിറ്റി തന്നെ രൂപീകരിക്കുകയുണ്ടായി. ഈ ഒരു കേസുകളുടെ വിധി പിന്നീട് വന്നത് 1986 അന്നത്തെ ഫൈസാബാദ് കോടതി പറഞ്ഞത് ഈ ഒരു പ്രദേശം ഹിന്ദുക്കൾക്ക് ആരാധിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണം എന്നുള്ളതായിരുന്നു. ഈ ഒരു വിധി വന്നതോടുകൂടി ഇത് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലും വളരെയധികം കലുഷിതമായ ഒരു അന്തരീക്ഷം തന്നെ ഉണ്ടാക്കി. തങ്ങളുടെ ആരാധനാ കേന്ദ്രമായ ബാബറി മസ്ജിദിനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് നമുക്കറിയാം ആദ്യം ഹിന്ദു മതവിശ്വാസികൾക്ക് അവിടെ ആരാധിക്കാനുള്ള അധികാരമാണ് കൊടുത്തത്. അതിനാൽ തന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ അധികാരത്തിന് വേണ്ടിയിട്ട് 1990 വീണ്ടും കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. നമുക്കറിയാം ഇത്തരമൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും കോടതിയുടെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, അത് രാജ്യം ഒട്ടാകെ വ്യാപിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്തിനേറെ അത് നമ്മുടെ രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 1990 കർഷകരുടെ ഈ ഒരു പ്രദേശത്തേക്കുള്ള റാലിയുടെ ഭാഗമായി ഈ ഒരു ബാബറി മസ്ജിദിന് മുകളിൽ ഒരു കൊടി നാട്ടിയതോടുകൂടി അത് കർഫ്യൂവിലേക്കും നിരവധി ആൾക്കാരുടെ മരണത്തിലേക്കും വഴിവെച്ച ഒരു സംഭവമായി മാറുകയുണ്ടായി. ഇതിന്റെ അനന്തരഫലമായാണ് 1992 ബാബറി മസ്ജിദ് പൂർണ്ണമായും തകർക്കപ്പെട്ടത്. ഇതിനെ തുടർന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗ് രാജിവെക്കുകയും ആ ഒരു പ്രദേശം പ്രസിഡന്റ് റൂളിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ അവിടം കൊണ്ടും നിലച്ചില്ല. ഇതിൻ്റെ ഭാഗമായി നിരവധി കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. പിന്നീട് വന്ന പല ഗവൺമെൻറ്റുകളും ഈ ഒരു തർക്ക പരിഹാരത്തിനായി ശ്രമിച്ചു. നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെൻറ് അവിടെ ഒരു രാമക്ഷേത്രവും അതുപോലെ തന്നെ മസ്ജിദും മ്യൂസിയവും ലൈബ്രറിയും പണിയണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അന്ന് BJP അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അധികാരത്തിൽ വന്ന വാജ്പേയി ഗവൺമെന്റും ഇതിനൊരു തർക്ക പരിഹാരത്തിന് വേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. പിന്നീട് ഇത് വീണ്ടും ഒരു ചർച്ചാ വിഷയമാകുന്നത് 2002 ഈ ഒരു ഭൂമിയുടെ അവകാശത്തെ ചൊല്ലിയുള്ള കേസ് വീണ്ടും പരിഗണനയ്ക്ക് എത്തുമ്പോഴാണ്. കോടതി ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് തേടുകയാണ്. അതായത് ഈ ഒരു പ്രദേശത്ത് രാമക്ഷേത്രം നിലനിന്നിരുന്നു, രാമക്ഷേത്രമാണോ ബാബറി മസ്ജിദായി മാറിയത്, അതോ അവിടെ ബാബറി മസ്ജിദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളെയെല്ലാം പറ്റി കൃത്യമായി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് കൃത്യമായി ആവശ്യപ്പെടുന്നു. ഇതിനെ തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോടതിയിലേക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: 12ാം നൂറ്റാണ്ടിൽ അവിടെ ഒരു രാമക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നു. 15ാം നൂറ്റാണ്ടിൽ അവിടെ ബാബറി മസ്ജിദ് ഉണ്ട് എന്ന് തന്നെ പറയാം. 12ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ യാതൊരുവിധമായ തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ബാബറി മസ്ജിദിൻ്റെ തൂണുകൾ എന്ന് പറയുന്നത് ഹിന്ദു ക്ഷേത്ര നിർമ്മാണ രീതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതോടൊപ്പം നിരവധിയായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ തെളിവുകളും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് അവിടെ നിന്നും ലഭിക്കുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു റിപ്പോർട്ടുണ്ട്. 1814 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സർവേയറായിരുന്ന ഫ്രാൻസിസ് ബുച്ച്മാൻ്റെ റിപ്പോർട്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന് അതിൽ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനെ തുടർന്ന് അലഹബാദ് കോർട്ടിൻ്റെ വിധി വന്നു. അതായത് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന 3 ആൾക്കാർക്കുമായി ഈ ഒരു പ്രദേശം വിഭജിച്ചു കൊടുക്കണം എന്നതായിരുന്നു കോടതി വിധി എന്ന് പറയുന്നത്. പക്ഷേ 2011 സുപ്രീം കോടതി ഈ വിധിയെ സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായത്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേസുകൾ ഉന്നയിച്ച കക്ഷികൾ ആരും തന്നെ തങ്ങൾക്ക് തുല്യമായി ഈ വസ്തുക്കൾ വീതിച്ചു നൽകണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അവരെല്ലാവരും ഈ വസ്തുവിൻ്റെ അവകാശത്തിന് വേണ്ടിയാണ് കേസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിധി എന്ന് പറയുന്നത് അലഹബാദ് കോർട്ടിൻ്റെ തെറ്റായ വിധിയാണെന്ന് പിന്നീട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. 2016 സുബ്രഹ്മണ്യം സ്വാമി ഫയൽ ചെയ്ത ഒരു കേസിലൂടെയാണ് ഈ ഒരു രാമക്ഷേത്രം എന്ന് പറയുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. ഈ ഒരു കേസിൻ്റെ പരിഗണനയ്ക്ക് വേണ്ടി 5 അംഗ സമിതിയാണ് സുപ്രീം കോടതി നിയമിച്ചത്.
അതോടൊപ്പം തന്നെ 2019 ഒരു മീഡിയേഷൻ പാനലിനെയും കൊണ്ടുവന്നു. അതായത് കോടതിക്ക് പുറത്ത് ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്നത് കോടതിക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഈ ഒരു മീഡിയേഷൻ പാനൽ കോടതി വിധിക്ക് കുറച്ച് സഹായകരമായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ പ്രധാനപ്പെട്ട 3 കക്ഷികൾ. ഒന്നാമത്തേത് നിർമോഹി അഖാര. അവർ അവിടെ പൂജ ചെയ്തതിനോ മറ്റ് ആരാധന നടത്തിയിരുന്നതിനോ യാതൊരു വിധമായ തെളിവുകളും കോടതിക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ നിർമോഹി അഖാര എന്ന് പറയുന്ന പാർട്ടിയെ ഇതിൽ നിന്നും ഒഴിവാക്കുകയാണ് ഉണ്ടായത്. ബാബറി മസ്ജിദിന്റെ തൂണുകൾ ഹിന്ദു ക്ഷേത്ര നിർമ്മാണ രീതിയുമായി ബന്ധപ്പെട്ടതാണെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 15-ാം നൂറ്റാണ്ട് മുതൽ അവിടെ ഒരു മോസ്ക് സ്ഥിതി ചെയ്തിരുന്നുവെന്നും അതിൽ കൃത്യമായി നമാസ് നടന്നിരുന്നു എന്നുള്ളതും കോടതി ഈ വിധി പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. 1949 രാമന്റെ വിഗ്രഹം അനധികൃതമായി ഈ മോസ്കിനകത്തേക്ക് പ്രതിഷ്ഠിക്കുന്നതും 1992 വളരെയധികം കലാപ രീതിയിലുള്ള പ്രകടനങ്ങൾ ഉണ്ടാക്കി ഈ മോസ്ക് പൊളിക്കുന്നതും വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് കോടതിയുടെ പരാമർശത്തിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ ഒരു വസ്തുവിന്റെ അവകാശ തർക്കത്തിൽ കൃത്യമായിട്ടുള്ള രേഖകളൊന്നുമില്ലായിരുന്നു. അവിടെ പ്രാർത്ഥനകൾ നടന്നിരുന്നു. അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടും മാത്രമായിരുന്നു ആകെയുള്ള തെളിവുകൾ എന്ന് പറയുന്നത്. ഇതിൽ നിന്നുമാണ് കോടതി തങ്ങളുടെ വിധിന്യായം പുറപ്പെടുവിച്ചത്. അതായത് ഈ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 2.77 ഏക്കർ ഭൂമി രാമക്ഷേത്രം പണിയുന്നതിനായി വിട്ടുകൊടുക്കണമെന്നും അതിനു പകരമായി ഏകദേശം 5 ഏക്കറോളം ഭൂമി ഈ ഒരു തർക്കഭൂമിയുടെ ഏറ്റവും അടുത്തായി ഗവൺമെന്റ് സുന്നി വഖഫ് ബോർഡിന് നൽകണമെന്ന് കോടതി വിധി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഈ 2 ഭൂമികളും ഒരു ദിവസം തന്നെ ഒന്ന് രാമക്ഷേത്രത്തിനും ഒന്ന് സുന്നി വഖഫ് ബോർഡിനും മസ്ജിദ് നിർമ്മിക്കാനും നൽകണമെന്നായിരുന്നു കോടതിയുടെ വിധി എന്ന് പറയുന്നത്. ഒരിക്കലും ഈ ഭൂമിയുടെ അവകാശം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല നൽകിയിരിക്കുന്നത്. പകരം കാലാകാലങ്ങളായി ഇവിടെ നിന്ന കലാപ സമാനമായ ഒരു അന്തരീക്ഷത്തിന് അറുതി വരുത്താനാണ് കോടതി ഈ വിധിന്യായത്തിലേക്ക് എത്തിയത് എന്ന് കൃത്യമായി നമുക്ക് പറയാനായി സാധിക്കും. ഇത്തരത്തിൽ കോടതി വിധിയിലൂടെ ലഭിച്ച ഈ ഒരു ഭൂമിയിലാണ് പുതിയ രാമക്ഷേത്രം പണിതുയർത്തിയത്. ഏകദേശം 70 ഏക്കറോളമാണ് ഇതിൻ്റെ മൊത്തം വിസ്തൃതി എന്ന് പറയുന്നത്. 3 നിലകളിലായാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. അതിൽ തന്നെ 2 നിലയുടെ പണികളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് എന്ന് പറയാനായി സാധിക്കും. പൂർണ്ണമായും അയണും സ്റ്റീലും ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയിലെ തന്നെ ക്ഷേത്ര നിർമ്മാണ രീതിയായ നഗർ സ്റ്റൈലിലാണ് ഈ ഒരു ക്ഷേത്രം പണിതുയർത്തുന്നത്. കൂടാതെ ഈ ക്ഷേത്രത്തോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗാർഡനുകളും അതുപോലെ തന്നെ മ്യൂസിയങ്ങളും സ്ഥിതി ചെയ്യും. അയോധ്യ ശ്രീരാമന്റെ ജന്മസ്ഥലമാണ് എന്ന് കരുതുന്നത് കൊണ്ട് തന്നെ ബാലക രൂപത്തിലുള്ള പ്രതിഷ്ഠയായിരിക്കും ഇവിടെ ഉണ്ടാകുക. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട 2ാമത്തെ ഭാഗം വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഓൾ.